ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ദ കിച്ചൺ ബൈ അശ്വതിയിലേക്ക് സ്വാഗതം. അതെ, എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അല്ലേ, ഞാനൊരു തുടക്കക്കാരിയാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് നമുക്കൊരു പാൽപ്പായസം ഉണ്ടാക്കിയാലോ? നല്ല പിങ്ക് കളറിൽ കുഞ്ഞുമക്കൾക്ക് അവധിക്കാലങ്ങളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു വിഭവമാണ്. നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് ആണ് ഈ പാൽപ്പായസം ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ആദ്യം 1/2 കപ്പ് ഉണക്കലരി, 1 കപ്പ് പഞ്ചസാര. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. 1 ലിറ്റർ പാല് വേണം. അത് കൊഴുപ്പ് കൂടിയതാണെങ്കിൽ പായസത്തിൻ്റെ രുചി കൂടുന്നതായിരിക്കും. നമ്മളെടുത്ത ഉണക്കലരി നന്നായി കഴുകുക. 2-3 ആവർത്തി കഴുകി അതിൻ്റെ പൊടിയും എല്ലാം കളഞ്ഞ് വയ്ക്കുക. അതിനുശേഷം അടുപ്പ് കത്തിച്ച് കുക്കർ വയ്ക്കുക. 1 ലിറ്റർ പാലിൻ്റെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും 5 ലിറ്ററിൻ്റെ കുക്കർ വയ്ക്കുകയാണ് നമുക്ക് നല്ലത്. അതായത് തിളച്ച് ചാടാതിരിക്കാനായിട്ട് അത് ഉപകരിക്കും. 1 ലിറ്റർ പാല് കുക്കറിലേക്ക് ഒഴിക്കുക. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം കഴുകി വച്ചിരിക്കുന്ന ഉണക്കലരി അതിലേക്കിടുക. ഫുൾ ഫ്ലെയിമിൽ വയ്ക്കണം കേട്ടോ ഈ സമയം. പാല് നന്നായി തിളച്ചതിന് ശേഷം, തിളച്ചതിന് ശേഷം വേണ്ട, തിളച്ച് വരുമ്പോൾ തന്നെ പഞ്ചസാര ചേർക്കാവുന്നതാണ്. നന്നായി അടിവശം തട്ടുമാറ് ഇളക്കി കൊടുക്കണം. തിളച്ച് ചാടാതിരിക്കാനും രുചിക്കുമായിട്ട് 1/2 സ്പൂൺ നെയ്യ് ചേർക്കാവുന്നതാണ്. നന്നായി തിള വരുമ്പോൾ നമുക്ക് കുക്കറിൻ്റെ അടപ്പ് ഇടാവുന്നതാണ്. ഫുൾ ഫ്ലെയിമിലിരിക്കണം ഈ സമയം കേട്ടോ. ഒരു വിസിൽ വന്നതിന് ശേഷം സിമ്മിലേക്കിട്ടിട്ട് 30-35 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. എങ്കിലേ പഞ്ചസാരയും പാലും അരിയും എല്ലാം കൂടെ ചേർന്ന് നല്ല സ്വാദിഷ്ടമായ ഒരു പാൽപ്പായസം റെഡിയാകുകയുള്ളൂ. അതിനുശേഷം മൂടി തുറക്കുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള പായസം കിട്ടുന്നതാണ്. നോക്കൂ, നല്ല പിങ്ക് നിറത്തിൽ സ്വാദിഷ്ടമായിട്ടുള്ള പാൽപ്പായസം. മധുരം നോക്കിയിട്ട് വേണ്ടവർക്ക് അതനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതിനുശേഷം നല്ലൊരു സെർവിങ് ബൗളിലേക്ക് അത് പകർന്ന് ആവശ്യത്തിനനുസരിച്ച് ചൂടോടുകൂടി ബോളിയോടൊപ്പമോ പഴത്തോടു കൂടിയോ ഉപയോഗിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ.